ഹായ് നമസ്കാരം മക്കളെ, എല്ലാവർക്കും പത്രനീതി എന്ന പാഠഭാഗത്തിൻ്റെ സംഗ്രഹത്തിലേക്കും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ആ ചോദ്യങ്ങളിലേക്കും സ്വാഗതം. ഓക്കെ, പത്രനീതി എന്ന ഈ പാഠഭാഗം യൂണിറ്റ് 3 ചാപ്റ്റർ 1 ആണ്. സുകുമാർ അഴീക്കോട് പത്രങ്ങൾ എങ്ങനെയായിരിക്കണം. പലപ്പോഴും പത്രങ്ങളിൽ വാർത്തകൾ വളച്ചൊടിക്കപ്പെടുന്നുണ്ട്. അത് പലപ്പോഴും ഒന്നെങ്കിൽ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പത്രങ്ങളുടെ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒക്കെയാണ്. ഇതിലൊന്നും നിൽക്കാതെ കൃത്യമായിട്ട് വാർത്തകൾ നൽകാൻ പത്രങ്ങൾ തയ്യാറാവേണ്ടതുണ്ട് എന്ന് സുകുമാർ അഴീക്കോട് പറയുന്നു. അതിൻ്റെ ഭാഗമായി സമൂഹത്തിൽ പ്രശസ്തി ആർജിച്ച ലോകപ്രശസ്തരായ പല ആളുകൾ പത്രത്തെ വിമർശിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. നെപ്പോളിയൻ, തോമസ് ജെഫേഴ്സൺ, ഇബ്സൺ, ഓസ്കാർ വൈൽഡ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ പത്രത്തിനെക്കുറിച്ച് വിമർശിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് പത്രങ്ങൾ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ പത്രങ്ങളിൽ നിന്ന് കൃത്യമായിട്ടൊരു വാർത്ത കിട്ടണമെങ്കിൽ, സത്യസന്ധമായ വാർത്ത അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും എന്നുള്ള സാധ്യതകളെ മുഴുവൻ ആര് പരിശോധിക്കുന്നു? സുകുമാർ അഴീക്കോട് പത്രനീതി എന്ന പാഠഭാഗത്തിലൂടെ പരിശോധിക്കുന്നു. പാഠസംഗ്രഹം ഇങ്ങനെയാണ്: പത്രം എല്ലാറ്റിനെയും വിമർശിക്കുന്നു, എന്നാൽ പത്രം അത്രത്തോളം വിമർശന വിധേയമാകുന്നില്ല എന്ന ആശയം വിശകലനം ചെയ്യുകയാണ് പത്രനീതി എന്ന ലേഖന ഭാഗം. ഏത് മനുഷ്യനും വാർത്ത അറിയുന്നതിനും മാത്രമല്ല വാർത്ത നൽകുന്നതിനും പത്രത്തെ ആശ്രയിക്കുന്നു. പത്രങ്ങൾ സൂര്യന് ചുവടെയും മേലെയുമുള്ള എല്ലാറ്റിനെ പറ്റിയും വൃത്താന്തങ്ങൾ തരുന്നു എന്ന് മാത്രമല്ല അവയെ വിമർശിക്കുകയും ചെയ്യുന്നു. പക്ഷെ അത്രത്തോളം പത്രങ്ങൾ വിമർശിക്കപ്പെടുന്നില്ല. സ്വേച്ഛാധിപതി പോലും പത്രത്തെ ഭയപ്പെടുന്നു. ഭരണാധികാരികൾ പത്രത്തെ പീഡിപ്പിക്കുന്നതും നിരോധിക്കുന്നതും ഈ പേടി മൂലമാണ്. പത്രസ്ഥാപനങ്ങൾക്ക് സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. രാഷ്ട്രീയ നിലപാടുകൾ, സാമ്പത്തിക വശം, അധികാര കേന്ദ്രങ്ങളുടെ നിലപാട്, സർക്കുലേഷൻ തന്ത്രങ്ങൾ, വായനക്കാരുടെ സമൂഹത്തിൻ്റെ താല്പര്യം എന്നിങ്ങനെ സമൂഹ നന്മ ലക്ഷ്യമാക്കണം. തിന്മകൾക്കെതിരെ പ്രതികരിക്കണം, തിരുത്തൽ ശക്തിയാവണം എന്നിങ്ങനെ പത്രധർമ്മങ്ങളെ അടയാളപ്പെടുത്തുമ്പോഴും ഓരോ പത്രങ്ങളിൽ വരുന്ന വാർത്തകൾക്ക് പിന്നിലും ഈ സ്ഥാപിത താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും. അതിനുവേണ്ടി പലപ്പോഴും വാർത്തകൾ വളച്ചൊടിക്കപ്പെടുന്നു. എന്നാൽ ഇന്ന് നവമാധ്യമങ്ങൾ പത്രങ്ങളുടെ ഈ കള്ളക്കളികളെ ശ്രദ്ധയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, സെറ്റാണല്ലോ ആശയം. ഇനി ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കടക്കാം. പത്രമില്ലാത്ത ഭരണത്തെക്കാൾ താൻ ആഗ്രഹിക്കുക ഭരണമില്ലാതെ പത്രമുള്ള അവസ്ഥയെന്ന് തോമസ് ജെഫേഴ്സൺ പറയുന്നുണ്ട്. പത്രമില്ലാത്ത ഒരു ഭരണം, അതിനേക്കാൾ കൂടുതൽ താൻ ആഗ്രഹിക്കുക ആ രാജ്യത്ത് ഭരണമില്ല പക്ഷെ പത്രമുണ്ട്. അപ്പോൾ പത്രം ഒരു ഭരണകർത്താക്കൾ ചെയ്യുന്ന കർത്തവ്യം കൂടി ആര് നിർവഹിക്കും? പത്രം നിർവഹിക്കുമെന്നാണ് തോമസ് ജെഫേഴ്സൺ പറയുന്നത്. പ്രശംസിക്കപ്പെടേണ്ട പത്രം ഏതാണോ അതിനെയാണ് തോമസ് ജെഫേഴ്സൺ ഇവിടെ നിർവചിച്ചത്. പ്രശംസിക്കപ്പെടേണ്ട പത്രം ഏതാണോ അതിനെയാണ് തോമസ് ജെഫേഴ്സൺ നിർവചിച്ചത്. അത് സ്തുതിയല്ല, താക്കീതാണ്. ഭരണത്തിന് തുല്യമാണ് പത്രം എന്ന സന്ദേശം നൽകുന്നതാണ് ഈ വാക്കുകൾ. അരാജകത്വത്തിൽ നിന്നും സമൂഹത്തെ രക്ഷിക്കേണ്ടവയാണ് പത്രങ്ങൾ. ആ ലക്ഷ്യത്തിൽ നിന്നും മാറിയാൽ പത്രം പത്രമല്ലാതായിത്തീരും എന്നൊരു ധ്വനി ഈ വാക്കുകളിലുണ്ട്. ഏതവസ്ഥയിലും സത്യവും ധർമ്മവും കൈവിടരുത് എന്ന് സാരം. സെറ്റാണോ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജനാധിപത്യത്തിൻ്റെ 4ാം തൂണ് എന്ന് പത്രങ്ങളെ വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ജനാധിപത്യത്തിൻ്റെ 4ാം തൂണ് എന്ന് പത്രങ്ങളെ വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ജനാധിപത്യത്തിലെ ആദ്യത്തെ 3 ശക്തികൾ ചേർന്ന് ഭരണപ്രക്രിയ നടത്തുന്നു. ഭരണപ്രക്രിയ സുതാര്യമായും സുഗമമായും നടക്കാൻ പത്രം കൂടിയേ തീരൂ. ജനങ്ങൾക്കും ഭരണപ്രക്രിയക്കും ഇടയിലുള്ള പാലമാണ് പത്രങ്ങൾ. പത്രങ്ങൾ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുന്നു. ജനങ്ങളെ നീതിപൂർവമല്ലാത്ത ഭരണപ്രക്രിയയെ എതിർക്കാൻ ശക്തിയുള്ളവരാക്കി തീർക്കുക എന്നൊരു ധർമ്മം കൂടി പത്രങ്ങൾക്കുണ്ട്. ഓക്കെ, സെറ്റാണല്ലോ. ജനാധിപത്യത്തിൻ്റെ 4ാം തൂണ്. പത്രനീതി എന്ന ലേഖനത്തിൽ പത്രമാധ്യമങ്ങൾക്ക് അനുകൂലമായ നിരീക്ഷണങ്ങൾ എന്തെല്ലാം? പത്രനീതി എന്ന ലേഖനത്തിൽ പത്രമാധ്യമങ്ങൾക്ക് അനുകൂലമായ നിരീക്ഷണങ്ങൾ എന്തെല്ലാം? വാർത്ത അറിയുന്നതിനും നൽകുന്നതിനും പത്രം വേണം. പത്രം ലോകത്തെ നമ്മളിലേക്ക് എത്തിക്കുന്നു. പത്രത്തെ എതിർക്കാനും പത്രത്തെ ആശ്രയിക്കണം. ബയണറ്റിനേക്കാൾ മൂർച്ചയുണ്ട് പത്രത്തിന്. ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന ജനാധിപത്യത്തിലെ 4ാമത്തെ തൂണ് എന്ന് പത്രങ്ങൾ അറിയപ്പെടുന്നു. അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുന്ന പത്രങ്ങൾ ജനങ്ങളുടെ നാവായി മാറുന്നു. വാർത്ത അറിയുന്നതിനും നൽകുന്നതിനും പത്രം വേണം. പത്രം ലോകത്തെ നമ്മളിലേക്ക് എത്തിക്കുന്നു. പത്രത്തെ എതിർക്കാനും പത്രത്തെ ആശ്രയിക്കേണ്ടി വരും നമുക്ക്. ബയണറ്റിനേക്കാൾ മൂർച്ചയുണ്ട് പത്രത്തിന്.
ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന ജനാധിപത്യത്തിലെ 4ാമത്തെ തൂണ് എന്ന് പത്രങ്ങൾ അറിയപ്പെടുന്നു. അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുന്ന പത്രങ്ങൾ ജനങ്ങളുടെ നാവായി മാറുന്നു. സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ്, പത്രനീതി എന്ന ലേഖനത്തിലെ പത്രമാധ്യമങ്ങൾക്ക് പ്രതികൂലമായ നിരീക്ഷണങ്ങൾ എന്തെല്ലാം? പത്രനീതി എന്ന ലേഖനത്തിലെ പത്രമാധ്യമങ്ങൾക്ക് പ്രതികൂലമായ നിരീക്ഷണങ്ങൾ എന്തെല്ലാം? പത്രങ്ങൾ വേണ്ടത്ര വിമർശിക്കപ്പെടുന്നില്ല. പത്രങ്ങൾ പൂർണ്ണമായും സത്യവും നീതിയും പുലർത്തുന്നില്ല. പത്രങ്ങൾ വായിക്കാൻ കൊള്ളാത്തവയാണ്. വഷളത്തരം കൊണ്ട് പ്രചാരം വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യുന്നു? പത്രങ്ങൾ ശ്രമിക്കുന്നു. പത്രക്കാർ തൊലിക്കട്ടി കൂടിയവരാണ്. അസത്യം സത്യമാണെന്ന വ്യാജേന നിരന്തരം പ്രചരിപ്പിക്കുന്നു. ജനങ്ങൾക്ക് അച്ചടിച്ചതിനോടെല്ലാം അവിശ്വാസം വരുന്ന വിധത്തിൽ പത്രങ്ങൾ അസത്യം പ്രചരിപ്പിക്കുന്നു. പത്രവായന പുകവലി പോലെ ദുശ്ശീലമായി മാറുന്നു. കാലം കഴിയും തോറും പത്രങ്ങൾ ധർമ്മത്തിൽ നിന്നും അകലുന്നു. ഒരു പത്രവും നല്ലതല്ല. പത്രവാർത്തകളിൽ നിന്നും സത്യം കണ്ടെത്താൻ വായനക്കാർ ഏറെ പാടുപെടണം. സെറ്റാണല്ലോ. പത്രങ്ങൾ വേണ്ടത്ര വിമർശിക്കപ്പെടുന്നില്ല. അതത് പത്രങ്ങൾ പൂർണ്ണമായും സത്യവും നീതിയും പുലർത്തുന്നില്ല. പത്രങ്ങൾ വായിക്കാൻ കൊള്ളാത്തവയാണ്. വഷളത്തരം കൊണ്ട് പ്രചാരം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. പത്രക്കാർ തൊലിക്കട്ടി കൂടിയവരാണ്. അസത്യം സത്യമാണെന്ന വ്യാജേന നിരന്തരം പ്രചരിപ്പിക്കുന്നു. ജനങ്ങൾക്ക് അച്ചടിച്ചതിനോടെല്ലാം അവിശ്വാസം വരുന്ന വിധത്തിൽ പത്രങ്ങൾ അസത്യം പ്രചരിപ്പിക്കുന്നു. പത്രവായന പുകവലി പോലെ ദുശ്ശീലമായി മാറുന്നു. കാലം കഴിയും തോറും പത്രങ്ങൾ ധർമ്മത്തിൽ നിന്നും അകലുന്നു. ഒരു പത്രവും നല്ലതല്ല. പത്രവാർത്തകളിൽ നിന്നും സത്യം കണ്ടെത്താൻ വായനക്കാർ ഏറെ പാടുപെടണം. പത്രത്തെ എതിർക്കേണ്ടി വന്നാൽ ആ എതിർപ്പിന് പോലും പ്രചാരം വേണമെങ്കിൽ പത്രത്തെ തന്നെ ആശ്രയിക്കണം. സുകുമാർ അഴീക്കോടിൻ്റെ ഈ അഭിപ്രായം സാമൂഹിക മാധ്യമങ്ങളുടെ സ്വാധീനം ഈ പുതിയ കാലത്ത് എത്രമാത്രം പ്രസക്തമാണെന്ന് പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കുക. വാർത്ത നൽകാനും അറിയാനും പത്രങ്ങളെ ആശ്രയിക്കണം. ബഹുജന ജിഹ്വ എന്ന് പറഞ്ഞാൽ നാവ് എന്ന് പത്രങ്ങളെ വിശേഷിപ്പിക്കുന്നു. എല്ലാ ജനങ്ങളുടെയും നാവാണ്. വാർത്തകളെ വളച്ചൊടിച്ച് ജനശ്രദ്ധ നേടിയെടുക്കാൻ ഇന്ന് പത്രമാധ്യമങ്ങൾ മത്സരിക്കുന്നു. ശരിയോ തെറ്റോ എന്തറിയാതെ അത് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇന്ന് നവമാധ്യമങ്ങളുടെ കടന്നുവരവോട് കൂടിയിട്ട് അതിനൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? വിമർശിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് കൂടി കൂട്ടിച്ചേർത്തിട്ട് വേണം നമ്മുടെ ഉത്തരം അവസാനിപ്പിക്കാൻ. ഓക്കെ, താങ്ക്